വെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ നമുക്ക് രാഘവൻ? ഒന്നും വെള്ളം എത്തിക്കാൻ കഴിയില്ല സാർ. ഒരുപാട് കുറച്ച് ദൂരത്താണ്. നമ്മൾ ഇളകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നിർദ്ദേശം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം തല ഉയർത്തി നിൽക്കുന്നുണ്ട്. മുക്കാൽ ഭാഗവും മണ്ണിനടിയിലാണ്. ഓക്കെ, ശരി. എന്തായാലും രക്ഷാപ്രവർത്തകർ എത്തി നമുക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അല്പസമയത്തിനുള്ളിൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് അവിടെ എത്തിക്കാൻ സാധിക്കും. ആത്മവിശ്വാസം കൈവിടേണ്ട. അദ്ദേഹത്തോട് അവിടെ തന്നെ തുടരാൻ പറയുക. അദ്ദേഹം കാര്യമായി അനങ്ങരുതെന്ന് പറയുക. താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തകർ അവിടെ എത്തും. സുരക്ഷിതമായി ഇരിക്കാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുക. രാഘവൻ, മറുകരയിലുള്ള വീടുകളുടെ അവസ്ഥ എന്താണ്? വീടുകളെന്ന് പറയാനില്ല. വീടുകൾ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഇവിടെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ ചില സ്ഥലങ്ങളിൽ മാത്രം. മുണ്ടക്കയിൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി ശ്രീ രാഘവൻ, റെസ്ക്യൂ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ സുരക്ഷാ സംഘങ്ങൾ എവിടെയൊക്കെയാണ് എത്തേണ്ടത്? ഒന്ന് ഈ മുണ്ടക്കൈ സ്കൂളിന്റെ പരിസരത്ത് എത്തണം, ഒന്ന് ഈ ട്രീ വാലി റിസോർട്ടിന്റെ ഭാഗത്തേക്ക് എത്തണം, പിന്നീട് എവിടേക്കാണ് വരേണ്ടത് രക്ഷാ ദൗത്യം? ആവശ്യമുള്ളത് മുണ്ടക്കൈ ഈ പ്രദേശത്ത് തന്നെയാണ്. ഈ പ്രദേശത്ത് ആളുകൾ ഉണ്ടായിരുന്ന മുണ്ടക്കൈ ഗ്രാമം, ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചൂരമല ഗ്രാമം, ഇപ്പോൾ ചൂരമല സ്കൂൾ നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് എന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ചൂരമല ഗ്രാമത്തിന്റെ 2 ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ TV എത്തിക്കുന്നു. ഇന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന സമയത്തെ ദൃശ്യങ്ങൾ കൂടി, ഇന്ന് പുലർച്ചെ ഉണ്ടായ ഈ മലവെള്ളപ്പാച്ചിലിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഒരു വിൻഡോയിൽ നിങ്ങൾ കാണുന്നത്. മറ്റൊരു ജാലകത്തിൽ നിങ്ങൾ കാണുന്നത് ചൂരൽമല സ്കൂള് നിലനിന്നിരുന്നത്. ഇപ്പോൾ ചൂരൽമല സ്കൂളിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതും പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. പുഴ ഗതിമാറി ഒഴുകിയത് ആ സ്കൂൾ ഗ്രൗണ്ടിലൂടെ ഒഴുകിയാണ്. അത്രയും വലിയ, നോക്കൂ, ഈ